ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അത്യാവശ്യം നല്ല വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു അല്ലേ? മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് എന്താ പറയുക, സർപ്രൈസിംഗ് ആയിട്ടൊരു സെൽ ഓഫും കാര്യങ്ങളൊക്കെ വന്നു. സെൽ ഓഫിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ തന്നെ മറ്റേ ഹിൻഡൻബർഗിൻ്റെ എഗെയിൻ ഒരു ട്വീറ്റും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നമ്മൾ പെൻഡിങ്ങിലേക്ക് വെച്ചിട്ടുള്ളതാണ്, നമുക്ക് എന്തായാലും ചെയ്യാം. ആൻഡ് പറഞ്ഞു വെക്കുന്ന കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട അണ്ടൻ്റെയും അടകോട്ടൻ്റെയും സകലമാന കമ്പനിയിൽ നിന്നും സെബി ചെയർപേഴ്സൺ കാശ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആൻഡ് എന്താ പറയുക, നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആളുകൾ കാണാൻ തുടങ്ങും. ബട്ട് രാഷ്ട്രീയം തന്നെയാണ്, ഓഫ് കോഴ്സ് പ്യുവർ രാഷ്ട്രീയം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും അലിഗേഷൻസ് ഉള്ള ഒരു ചെയർപേഴ്സണെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഗവൺമെൻറ് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടതിന് ശേഷം അൺലെസ് പ്രൂവൺ ഗിൽറ്റി ഇന്നസെൻ്റ് ആണെന്ന് തന്നെയാണ് നമ്മുടെ നിയമം പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. ബട്ട് പ്രൂവൺ ഗിൽറ്റി ആവുന്നത് വരെ ഇങ്ങനെയുള്ള കീ പൊസിഷൻസ് ഒന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതും ഒരു ഇത് തന്നെയാണ്. കാരണം അപ്പം ആ ഒരു കേസിലേക്ക് നമ്മൾ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ICICIയുടെ കയ്യിൽ നിന്ന് ICICIയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാഡം എന്നാണ് പറയുന്നത്. ഫ്രം ദ ഇയർ ഓഫ് 2007 to 2011 ആ ഒരു സമയത്ത് തന്നെയാണ് പുള്ളിക്കാരി നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചെയർപേഴ്സണായിട്ട് വരുന്ന ഫസ്റ്റ് മീറ്റിങ്ങിൽ എങ്ങാണ്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ ICICIയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ഒരുപാട് ക്രോസ് റുപ്പീസ്, ഒരു 16 crores ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. അത്രയും റുപ്പീസ് അവർ സാലറി ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതേ കാലയളവിൽ എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗെയിം നമുക്ക് മനസ്സിലാവുന്നത്. അതിനിപ്പോൾ HUL പറഞ്ഞേക്കുന്നുണ്ട്, പിഡ്ലൈറ്റ് ഇന്ത്യ പറഞ്ഞേക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കമ്പനീസ് നിന്നൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നുണ്ട്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ അതിൽ പറയുന്നുണ്ട്. എല്ലാവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചിരിയാണ് വരുന്നത്. എന്തായാലും അലിഗേഷനാണ് ഇപ്പോൾ ഇതുവരെയുള്ളത്. ആൻഡ് അത് പ്രൂവ് ആവുന്നത് വരെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഇതിങ്ങനെയാണ് എന്ന് ഉറപ്പിക്കാൻ എന്തായാലും പറ്റില്ല. ബട്ട് താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള അലിഗേഷൻസ് വരുമ്പോൾ ഒന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട ഒരു മാന്യതയാണെന്നുള്ളത് മാത്രം പറയാനുള്ളൂ. ആൻഡ് വെൻ കംസ് ടു മാർക്കറ്റിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ആയോ അല്ലെങ്കിൽ ഫോൾ ആയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫോൾ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഇൻട്രസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞ ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോഫിറ്റ് അത്യാവശ്യം മോശമില്ലാതെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഞാൻ അവിടെ ബുക്ക് ചെയ്യാനോ SL കോസ്റ്റിലേക്ക് ഇടാനോ ഞാൻ പറയുന്നുണ്ട്. SL കോസ്റ്റിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോവുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ആ ട്രേഡിൽ ലോസ് എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് അർത്ഥം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയുന്ന കാര്യമാണ്. ആൻഡ് ആ ഒരു SL കോസ്റ്റിലേക്ക് വെക്കാൻ പറയുന്ന പോയിന്റും ഐ തിങ്ക് നമ്മളുടെ ആ ഒരു ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ ഇതിൽ ആ ഒരു ലെവൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിൻ്റെ തൊട്ടടുത്തൊക്കെ എത്തുമ്പോഴാണ് ഞാൻ SL കോസ്റ്റിലേക്ക് വെക്കാനും പറയുന്നത്. ആൻഡ് പറഞ്ഞു വന്ന കേസിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ സർപ്രൈസിംഗ് നിഫ്റ്റി വന്നിട്ട് ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് 25,000 എന്നുള്ള ലെവലിനെ. ആൻഡ് ഉണ്ടായിട്ടുള്ളത് 25,000 തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റിൻ്റെ ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. 25,000 തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ താഴെയാണ്, ബട്ട് എന്നാലും തൊട്ടടുത്തുള്ള ഒരു ടെറിട്ടറി തന്നെയാണ്. ഇന്ന് രാവിലത്തെ ബൈയിങ് വന്നിട്ടുള്ളതും ഇന്ന് ലാസ്റ്റിൽ പോയിട്ട് റിവേഴ്സ് ആയിട്ടുള്ളതുമായിട്ടുള്ള പോയിന്റാണ്. ആൻഡ് ആ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. ഒരു 25,050ക്കും ഈ റേഞ്ചിനും ഇടയിലൊക്കെ ആയിട്ട് മാർക്കറ്റ് കുറച്ച് നേരം നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണെന്നുള്ളതാണ്. ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എക്സ്പയറീസ് നമ്മൾ എന്തൊക്കെ ലെവൽസാണ് വാച്ച് ചെയ്യേണ്ടത്, ഇന്ന് എന്തായിരുന്നു നമ്മുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സമയമില്ലാതെ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയിൽ 5 minute ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമുക്ക് പോകാം. ആൻഡ് ഇവിടെ ഞാൻ ഈ ഒരു ലെവൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മാർക്കറ്റിൽ ഇൻ എനി ചാൻസ് നിങ്ങൾക്ക് SL വരികയാണെന്നുണ്ടെങ്കിൽ, SL ഹ്യൂജ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലൊക്കെയാണ് ഞാൻ ആ ലെവലിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലെവൽ സസ്റ്റെയിൻ ചെയ്തു, ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയി. അവിടുന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ SL വലുതാണെന്നുണ്ടെങ്കിൽ റിട്രേസ്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളത്. ആൻഡ് അതിനുശേഷം സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് പോകുന്നത് കണ്ടു. ബട്ട് ഈ ഒരു വീഴ്ച നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഴ്ച അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയായിരുന്നു. ആൻഡ് ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും മാർക്കറ്റിന് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡിലുള്ള സെറ്റപ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ല. ബട്ട് എൻ്റെ ട്രേഡ് ഇൻഫാക്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലായിരുന്നു. ആൻഡ് അതിനെ കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് ഞാൻ അതിനെ കട്ട് ചെയ്തെന്നുള്ളതാണ്. ബട്ട് പ്രീമിയം ഡിക്ക് ഹെവി ആയിരുന്നു എന്നുള്ളതാണ്. ഒരു പോയിന്റിൽ ഞാൻ അത്യാവശ്യം നല്ല ലോസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ ട്രേഡിനെ പിക്ക് ചെയ്യുന്നത്. ആൻഡ് ഇവിടുന്ന് അഗെയിൻ മാർക്കറ്റ് വന്നിട്ട് അത്യാവശ്യം നല്ല പ്രീമിയം ഡിക്കും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു താഴത്തേക്കുള്ള വരവ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും വലിയ മൊമെന്റം ക്യാരൽ ഉണ്ടായതുകൊണ്ട് പ്രീമിയം എന്തായാലും ഡെൽറ്റയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ആൻഡ് പ്ലസ് മാർക്കറ്റ് മൂവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത്
അതേപോലെ താഴത്തേക്ക് വരും, വേഗയാണെന്നുണ്ടെങ്കിലും കൂടെ താഴത്തേക്ക് വരും. സോ അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം ഡീക്ക് ഇന്നത്തെ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറയണല്ല, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ശരിയായിട്ടുണ്ട്, ബട്ട് മിഞ്ഞാന്ന് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ള രീതിയിൽ 2-3 കമൻറ്റ്സ് ഞാൻ കാണാനിടയായി. ഈ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റാണ്, മാർക്കറ്റ് അനാലിസിസ് പറഞ്ഞ കാര്യങ്ങൾ വർക്ക് ആയിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ റിയൽ മാർക്കറ്റിൽ എന്താണ് പറഞ്ഞിരുന്നത്. ഞാൻ പിന്നെ മാർക്കറ്റ് അനാലിസിസ് പറയുമ്പോൾ പറയുന്ന ലെവൽസ് എന്താണ്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി ഇന്നത്തെ ദിവസം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ അനലൈസ് ചെയ്ത ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. ബട്ട് ഇൻഫാക്ട് രാവിലെ തന്നെ ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ആൻഡ് അതിനുശേഷം ഇത് മുകളിലേക്ക് പോകാൻ നോക്കുകയാണ്. സോ അപ്പോൾ ഇവിടെ സെൻറ്റിമെൻറ്റ് മാറുന്നുണ്ട്. ഈ സെൻറ്റിമെൻറ്റ് മാറുന്നതിനനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? ആൻഡ് അതേ ഒരു കേസ് നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ബട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിൻ്റെ താഴെയാണ്. സോ ഇവിടുത്തെ സെൻറ്റിമെൻറ്റ് മാറുമ്പോഴാണ് പുതിയ ലെവൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഈ ക്രിറ്റിസിസം കൊണ്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് വരുള്ളൂ. ഒരുപാട് ആളുകൾ പിന്നെ കളിയാക്കിയാലൊക്കെ നമുക്കൊന്ന് പൊരുതാനുള്ള ചിന്തയൊക്കെ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ലൈവ് മാർക്കറ്റിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇനി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്താലും എനിക്കത് അങ്ങനെയൊന്നും എഫക്റ്റ് ആവുന്ന ഒരു മനുഷ്യനൊന്നും അല്ല. സോ ലെറ്റ് ഇറ്റ് ബി. സോ പറഞ്ഞു വന്ന കേസ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം, ഇവിടുന്ന് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ, 200 പോയിൻസിൻ്റെ ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ നമുക്ക് മാർക്കറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻഫാക്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പിന്നെ 25,000 എന്നുള്ള ലെവലിൻ്റെ താഴെ കൂടിയാണ്. ആൻഡ് നാളത്തേക്ക് നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ രാവിലത്തെ ഒരു ബൈയിങ് ഉണ്ടായിട്ടുള്ള ഒരു ഫ്രഷ് ബൈയിങ് വന്നിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ, ഇന്നലെ രാവിലെ ഫ്രഷ് ബൈയിങ് വന്നിട്ടുള്ള ആ ഒരു ഡിപ്പിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നും വന്ന് സപ്പോർട്ട് എടുത്ത് പോയിട്ടുള്ളത്. സോ ദാറ്റ് സിംപ്ലി മീൻസ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലൊരു ബയ്യേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാൻ പറ്റുന്നത്, അല്ലേ? സോ ഇന്നലെ ബൈയിങ് നടന്നിട്ടുള്ള ആ ഒരു പോയിന്റ് തന്നെ ഇന്നും ബൈയിങ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബയേഴ്സ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ ഈ ഒരു ലെവലിൽ തന്നെയാണ്. ഞാൻ സിമ്പിളായിട്ട് ഒരു ശകലം താഴത്തേക്ക് തന്നെ എടുക്കുന്നുള്ളൂ. അതായത് 24,890 എന്നുള്ള പോയിന്റ്, 24,890 എന്നുള്ള പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഈ ഒരു ലെവലിലാണ് 24,975 എന്നുള്ള ഈ ഒരു ലെവലിലേയും കൂടിയാണ്. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആവുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേക അഭ്യാസം നിൽക്കാണ്ടിരിക്കുക. ബട്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു മൂവ് ആയിരിക്കും. ആൻഡ് അതേ ഒരു സമയത്ത് നമ്മൾ പിന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് വരുന്നത് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷാർപ്പായിട്ടുള്ള ഒരു മൊമെൻറ്റം കിട്ടും. കാരണം നിഫ്റ്റി ബാങ്കിൽ 51,000 എന്നുള്ള ലെവൽ തൊട്ടടുത്തുള്ള ലെവൽ ആയതുകൊണ്ട് തന്നെ ഇതൊരു SL ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് സ്ട്രോങ് ബയേഴ്സ് അവിടെ ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും അടുത്ത സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ് 51,000 എന്നുള്ള ലെവൽ. സോ ആ ഒരു ലെവലിൽ സ്ട്രോങ് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ട് അതിനുശേഷം കുറച്ച് സമയം, അതായത് ലെറ്റ്സ് സേ കുറച്ച് നേരം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബയേഴ്സ് ആക്റ്റീവ് ആവും. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിന് ടേക്കൺ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു പിന്നെ ഷാർപ്പ് മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം ബാങ്കും കൂടി താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാണ്, 950 പിന്നെ താഴേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 50,950 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ ബാങ്കിന് കൂടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൂവ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവൽ വരെയുള്ള മൂവ് ഉണ്ടാവും. ആൻഡ് അതും നല്ല ഷാർപ്പായിട്ടുള്ള മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 830 എന്നുള്ള ലെവൽ വരെയുള്ള മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് സെക്കൻഡ് മൂവ് 750 എന്നുള്ള റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വാട്ട് ഇഫ് അപ്പർ സൈഡിലേക്കാണ് മൂവ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിനെയാണ്, പിന്നെ 25,040 അല്ലെങ്കിൽ 50 എന്നുള്ള ഈ ഒരു ലെവലിനെയാണ്. ആൻഡ് ഫർദർ മൊമെൻറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓഫ് കോഴ്സ് ഈ ഒരു ലെവലിൻ്റെ, അതായത് 25,120 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് 115 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു ലെവലിനെ എല്ലാത്തിനെയും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻഫാക്ട് നമ്മൾ പിന്നെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് ഒരു ട്രെൻഡ് ലൈനും കൂടി എടുത്ത് വെക്കാം. എന്തെങ്കിലും ഫർദർ അപ്പർ സൈഡിലേക്കുള്ള ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ട്രെൻഡ് ലൈൻ ഒരു ട്രാപ്പിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് വരച്ച് വെക്കാവുന്നതാണ്. ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗണുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇന്ന് രാത്രി ഫെഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്. സോ അതനുസരിച്ച് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗണുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഒരു പിന്നെ പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ കാണിച്ചതിന് ശേഷം മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ ലൈവ് മാർക്കറ്റിൽ ഞാൻ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യും. സോ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ കിട്ടിയതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പം നിങ്ങൾ പിന്നെ ഇതിന് മുമ്പുള്ള എത്രയോ അതിൻ്റെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാവും. ഞാൻ ഒരിക്കലും പറയുന്നില്ല എൻ്റെ ലെവലിൻ്റെ മുകളിലേക്ക് ബയ്യോ എന്നുള്ളത് പറയുന്നില്ല. ഇൻഫാക്ട് 70% കേസുകളിലും ഞാൻ പറയുന്ന ലെവലിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ ആയിട്ട് ഷാർപ്പായിട്ടുള്ള ട്രേഡുകൾ വരാറുണ്ട്. ബട്ട് ഇതിനകത്ത് 95% കേസുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിർബന്ധമായിട്ടും അത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതെനിക്കൊരു മോട്ടിവേഷനും കൂടിയായിരിക്കും. ആൻഡ് ഒന്നാമതേ അനക്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ്. സോ അതൊന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. കാരണം ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന ലെവൽസിൻ്റെ താഴെ മാർക്കറ്റ് വരുന്നത് തന്നെ ചുരുക്കം ദിവസങ്ങളിലാണ്. അതായത് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലെവലും ആയിരുന്നു, ഇതിൻ്റെ മുകളിലേക്കാണ് ട്രേഡ് വന്നിട്ടുള്ളത്. ബട്ട് ഇൻഫാക്ട് ഇന്നത്തെ ലെവൽ മാർക്ക് ചെയ്തു, അതിൻ്റെ താഴത്തേക്ക് ട്രേഡ് വന്നു, അതിൻ്റെ താഴത്തേക്കും ട്രേഡിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ കിട്ടി. ആൻഡ് അതേപോലെ തന്നെയാണ് ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ മാർക്ക് ചെയ്യുന്ന ലെവൽസിൻ്റെ താഴത്തേക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്താകും ട്രേഡ് വരാം, മുകളിലേക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ താഴത്തേക്ക് മാത്രമായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എന്തേ സംഭവിക്കുള്ളൂ, മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഷാർപ്പ് മൂവ് ആയിട്ട് കിട്ടാറുണ്ട്, താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അതൊരു ഷാർപ്പ് മൂവ് ആയിട്ട് കിട്ടാറുണ്ട്. ബട്ട് ഒരിക്കലും സംഭവിക്കാത്ത, അതാണ് 95% കേസുകൾ സംഭവിക്കാത്തൊരു കാര്യം എന്താണെന്നറിയാം, മുകളിൽ പോയി അതും എസ് എൽ ഹിറ്റായി, താഴെ വന്ന് അതും എസ് എൽ ഹിറ്റായി, ഇങ്ങനെയുള്ളൊരു പരിപാടികൾ വരാറില്ല. നിങ്ങളുടെ കയ്യിൽ ഡാറ്റ ഉണ്ട്, ടെലഗ്രാമിൽ നിങ്ങൾക്ക് പോയിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള പരിപാടികൾ 95% ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ട്. താഴത്തേക്കുള്ള ലെവൽ ഏതാണ്, മുകളിലേക്കുള്ള ലെവൽ ഏതാണ്, ഏത് ലെവലാണോ ആദ്യം ആക്റ്റീവ് ആവുന്നത് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മേ ബി എസ് എൽ വന്നേക്കാം. ബട്ട് രണ്ട് സൈഡിലും നിങ്ങൾക്ക് എസ് എൽ കിട്ടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സിയിലും വാങ്ങിച്ചു എസ് എൽ, പിയിലും വാങ്ങിച്ചു എസ് എൽ. അതൊരു എന്താ പറയുക, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോ ആവാൻ ഒരിക്കലും സാധ്യതയില്ലാത്തൊരു പരിപാടിയാണ്. സോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ട്രേഡുകൾ കിട്ടുമെന്നുള്ളതാണ്. ആൻഡ് ഇനി നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ പറയണം, നിർബന്ധമായിട്ട് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. സോ ഈ ഒരു ലെവൽസിനെല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് നാളത്തേക്ക് വേണ്ടിയിട്ട്. ആൻഡ് എഗെയിൻ ഗ്യാപ്പ് ഓവർ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഫ്രഷ് അപ്ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ നിർബന്ധമായിട്ടും ഷുവറായിട്ടും അറിയിക്കുന്നതായിരിക്കും. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്കിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ ലെവലിനെയാണ്, 50,950 എന്നുള്ള ലെവലിനെയാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 50,100 എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ്. 100 120 ആ റേഞ്ചിനൊക്കെ നമുക്ക് എടുക്കാം. 120 എന്നുള്ള റേഞ്ചാണ്. സോ ഈ രണ്ട് റേഞ്ചിനായിരിക്കും ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത്. താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് 820 800 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 580 600 എന്നുള്ള ലെവൽ വരെ ഉണ്ടാവും. ആൻഡ് താഴത്തേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ 420 400 എന്നുള്ള ലെവൽ വരെയുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ ട്രെൻഡ് ലൈനെ പ്രോപ്പറായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ആ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലേക്ക് കൂടി അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഫ്രഷ് ബൈയിങ് അതിനകത്ത് കാണാൻ പറ്റുള്ളൂ. ഇഫ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 250 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുശേഷം നമുക്ക് ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഹയസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള 400 എന്നുള്ള പോയിന്റിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ട്രെൻഡ് ലൈനെയും കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എഗെയിൻ ഗ്യാപ്പ് ഓവർ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഞാൻ ലെവൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് ഇനി ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഈ ഒരു ബൈയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് HDFC ബാങ്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 10 മുതൽ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരുന്നു. HDFC ബാങ്കിൽ മാത്രമല്ല എല്ലാ ബാങ്കുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു സെല്ലിംഗ് പ്രഷർ മാത്രമായിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 1650 എന്നുള്ള ലെവലാണ്. 50 or 52 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ബൈയിങ് മൊമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് 1635 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് അഗെയിൻ ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ലെവലിൽ മാത്രം തന്നെയാണ് പ്രോപ്പറായിട്ട് സപ്പോർട്ട് എടുത്തുള്ളത്. സോ 1230 തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ഹഡിൽ വരാൻ പോകുന്നത് 1240 എന്നുള്ള ലെവലിലാണ്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. അഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ നമ്മൾ ഒരു 10:30 ശേഷം മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഒരു സെല്ലിംഗ് മൊമെന്റ് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സോ 1785 തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 1785 താഴെ വന്നു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി ഒന്ന് ഡൗൺ സൈഡ് മൂവ് തരാൻ സാധ്യതയുണ്ട്. എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10:30 ശേഷം ഇതും ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലേക്കുള്ള മൂവിനെ കാണിച്ചിട്ടുള്ളത്. സോ ബേസ് ഓഫ് സപ്പോർട്ട് വരാൻ പോകുന്നത് 1180 എന്നുള്ള പോയിന്റിലാണ്. 1180 വാച്ച് ചെയ്യുക. അതിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ. എഗെയിൻ നമ്മൾ ഇൻഫിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫിയും എക്സാക്ട് സപ്പോർട്ട് ലെവൽ തന്നെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ലെവലിനെ 1905 എന്നുള്ള ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 1905 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു 10 പോയിന്റ്സിൻ്റെ ഒക്കെ മൂവ് ഡൗൺ ഫോൾ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. അഗെയിൻ നമ്മൾ TCSലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 4500 എന്നുള്ള ലെവലാണ്. 4500 എന്നുള്ള ലെവൽ. ഈ ഒരു ലെവലിൻ്റെ താഴെയാണോ മുകളിലാണോ മാർക്കറ്റ് TCS ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടി വരും. ആൻഡ് അഗെയിൻ റിലയൻസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് നാളെ മാർക്കറ്റ് അഗെയിൻ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു സൈഡ്വേസ് മൊമെന്റം തന്നെ കാണിക്കും. അതല്ല മാർക്കറ്റ് ഒന്ന് കയറിയിട്ട് ഈ ഒരു ലോയിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു ഡൗൺ മൂവ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ്
ഈ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ദിർവാസ് ബോക്സിൽ അങ്ങനെ ഒരു സെറ്റപ്പ് കൂടി ഉണ്ട്. സോ അത് പ്രകാരം മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള താഴത്തേക്കുള്ള മൂവ് കാണിക്കാനുള്ള സാധ്യത അവിടെയും ഉണ്ട് എന്നുള്ളതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനാലിസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.